കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. നിർണായക CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടുള്ളത്. സംഭവത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ആവശ്യം. 2 വർഷമായി മാമി എന്ന മുഹമ്മദ് അട്ടൂരിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ 2023 ഓഗസ്റ്റ് 21 കാണാതായത്. ഭാര്യ റംലത്ത് നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസാണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ച് ADGPയുടെ റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ലഭ്യമായ സൂചനകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിലും വീഴ്ചയുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല IG രാജ്പാൽ മീണ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നടക്കാവ് മുൻ SHO PK ജിജീഷ്, SI ബിനു മോഹൻ, സീനിയർ CPOമാരായ MP ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെയാണ് അന്വേഷണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. ക്രമസമാധാന ചുമതല ഇല്ലാത്ത അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. കേസിൽ ഉന്നത ഇടപെടൽ ഉണ്ടെന്നും നടപടി വേണമെന്നും മാമിയുടെ കുടുംബവും മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. പോലീസ് ഇത് ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല എന്ന് അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണ ഇന്നിപ്പോൾ ഉത്തരമേഖല റേഞ്ച് IGO അങ്ങനെ അദ്ദേഹം തന്നെയാണ് ഇതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതുപോലെ തന്നെ അങ്ങനെ വരികയാണെങ്കിൽ ശരിയായ രീതിയിൽ ഈ പോലീസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ഇതിൽ കൃത്യവിലോപം ഉണ്ടെങ്കിൽ രാജ്പാൽ മീണയ്ക്ക് വരെ അന്വേഷണം വേണ്ടേ? അന്വേഷണത്തിൽ ലോക്കൽ പോലീസ് ബോധപൂർവം വീഴ്ച വരുത്തിയെന്ന് മുൻ MLA PV അൻവറും ആരോപിച്ചിരുന്നു. സമീർ C മുഹമ്മദ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.